धरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् इन्दुकुन्दतुषाराभा भक्तचित्तानुवर्तिनी वाणी मे रसनारङ्गे करोतु नटनं सदा प्रेमप्रदानैकविचक्षणाभ्याम् अनन्यभक्तैरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः। प्रेमिकपादुकाभ्यां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द। जय बोल सद्गुरु महाराज की जय। ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്നാണ് വ്യാസാചാര്യർ തുടങ്ങുന്നു. ശരിക്കും ഇത് ഗായത്രിയുടെ അർത്ഥമാണ്. ഗായത്രിയിൽ സവിതുഹു, സവിതുഹു പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ ഭാഗവതത്തിൽ ജന്മാദ്യസ്യ എന്ന് പറയുന്നു. അതേപോലെ വരേണ്യം എന്ന് ഗായത്രി ഒരു പദമുണ്ട്. വരേണ്യം പറഞ്ഞാൽ ശ്രേഷ്ഠം. ആ ഈ ലോകത്തെ പടച്ച ശ്രേഷ്ഠമാണ് ജ്യോതിസ് എന്നാണ് അർത്ഥം. ഇവിടെ പരം ഭർഗഹ എന്ന പദമാണ് ഇവിടെ ധാംന പറയുന്നു. അതേപോലെ ദേവസ്യ, ദേവൻ പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ. ഇവിടെ സ്വരാട്ട് എന്നാണ് പറയുന്നത്. സ്വരാട്ട് പറഞ്ഞാൽ സ്വയനൈവ രാജത്തെ, ഇങ്ങനെ പ്രകാശിക്കുന്ന ആളിൽ ആ ഭഗവാൻ ധിയോ യോന പ്രചോദയ, നമ്മുടെ ബുദ്ധിയെ നല്ല വിധത്തിൽ പ്രചോദനം ചെയ്യട്ടെ. അതിവിടെ തേനേ ബ്രഹ്മഹൃദ, ബ്രഹ്മാവിനെ ഭഗവാൻ ആ ജ്ഞാനം ഉപദേശിച്ചു. ഈ ഗായത്രിയുടെ അർത്ഥമാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ വർണ്ണിക്കുന്നു. പിന്നെ ബ്രഹ്മസൂത്രം എന്ന് വ്യാസാചാര്യൻ എഴുതി വച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രം പറഞ്ഞാൽ, ബ്രഹ്മ പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. സൂത്രം പറഞ്ഞാൽ കയർ. പല മണികൾ ഒരേ കയ്യിൽ കോർക്കുന്നത് പോലെയാണ് പല മന്ത്രങ്ങളെ ഒരു ചെറിയ വരിയിൽ പറയുന്ന കാര്യമാണ് സൂത്രം. സൂചനാത് സൂത്രമുച്യത്തെ. സൂചനം പറഞ്ഞാൽ ചുരുക്കി പറയുന്നതാണ് സൂത്രം. ആ ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവതം. അർത്ഥോയം ബ്രഹ്മസൂത്രാണാം എന്നാണ് വ്യാസൻ തന്നെ ഗരുഡപുരാണത്തിൽ പറയുന്നു. ബ്രഹ്മസൂത്രങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് ഭാഗവതം. ബ്രഹ്മസൂത്രത്തിനെ വ്യാഖ്യാനിച്ചവർ 3 ആൾക്കാർ, മറ്റു ആൾക്കാരുണ്ട്. പ്രധാനമായിട്ട് ആദി ശങ്കരാചാര്യൻ അദ്വൈത രീതിയിൽ ഭാഷ്യം ചെയ്തു. അതേപോലെ രാമാനുജാചാര്യൻ, മധ്വാചാര്യൻ, അങ്ങനെ ഓരോരാൾ ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ചു. പക്ഷേ വ്യാസൻ നേരിട്ട് ചെയ്ത വ്യാഖ്യാനമാണ് ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനം, ശ്രീമദ് ഭാഗവതം. ബ്രഹ്മസൂത്രത്തിൽ 4 അധ്യായമുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ഈ ലോകത്തിൻ്റെ കാരണം ബ്രഹ്മമാണ് പറയുന്നു. അതാണ് ഇവിടെ ജന്മാദ്യസ്യ എന്ന് ആദ്യത്തെ അധ്യായത്തിൻ്റെ ചുരുക്കം. ഇവിടെ ജന്മാദ്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തിന് കാരണമായിരിക്കുന്നത് സാഖ്യം മുതലായ ചില ആളുകൾ പറയുന്നു അണുക്കളാണ് ഈ ലോകത്തിന് കാരണം എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഖണ്ഡിക്കുന്നു വ്യാസൻ. അതാണ് ഇവിടെ രണ്ടാമത്തെ ഇവിടെ പറയുന്നു. അർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ചുരുക്കമാണ് അർത്ഥേഷു അഭിജ്ഞ എന്നാ പറയും, രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ചുരുക്കം. പിന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി, ഉപാസനാകാണ്ട വിഷയങ്ങൾ, അത് ഇവിടെ പറയുമ്പോൾ സത്യം പരം ധീമഹി, ആ ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറയുന്നു. പിന്നെ 6ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മത്തിനെ പ്രാപിക്കുന്ന മോക്ഷഫലം. മോക്ഷം എന്ന് പറയുന്നത് പ്രാപിക്കേണ്ടത് ഇല്ല, നമ്മൾ മുക്തരാണെന്ന് വിചാരിച്ചാൽ മതി. ഒരാൾ എന്ത് ചെയ്യുന്നു, സ്വപ്നത്തിൽ തന്നെ ജയിലിൽ 4 ആളുകൾ ഇട്ടിരിക്കുന്നത് പോലെ സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുന്നു.
അപ്പോൾ അയാളൊന്ന് ഉണർത്തിയാൽ മതി. ഉണർത്തിയാൽ ഞാൻ ജയിലില്ലെന്ന് മനസ്സിലാവും. അതേപോലെയാണ് നമ്മൾ മുക്തരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ബദ്ധരായി വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നിരസ്ത കുഹകം. ആ അജ്ഞാനം ഇല്ലാതാവും. നമ്മൾ സ്വയ്ക്കും ജ്ഞാനം ഉള്ളവർ തന്നെയാണ്. ഈ ഭാഗവത വായന, അതേപോലെ നാമജപം, പൂജ, ഇതൊക്കെ എന്തിനാ? ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയില്ല. ജ്ഞാനം നമുക്ക് ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും അറിയാമോ ഞാൻ എല്ലാം പറയുന്നുണ്ടല്ലോ. ഞാൻ നമ്മൾ ശരീരത്തെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഈ ശരീരം ഞാനില്ലേ, അത് മനസ്സിലാകും. അതാണ് ശരീരം ഞാൻ വിചാരിക്കുന്ന അജ്ഞാനം മാറാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ബ്രഹ്മസൂത്രത്തിൻ്റെ 4 അധ്യായത്തിൻ്റെ സാരമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. പിന്നെ 2ാമത്തെ ശ്ലോകത്തിൽ അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ കഥയായിട്ടുള്ള കാര്യമില്ലേ ആദ്യത്തെ 2-3 ശ്ലോകം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അധികാരി, ഈ ഭാഗവതം കേൾക്കാൻ അധികാരി ആരാണ്? നിർമത്സരാണാം, മാത്സര്യം ഇല്ലാത്തവരാണ് ഈ ഭാഗവതം കേൾക്കാനുള്ള അധികാരി. പിന്നെ വിഷയം, ഇതിൽ പറഞ്ഞ വിഷയം ധർമ്മ പ്രോജ്ജിത കൈതവ, കാപട്യം ഇല്ലാത്ത ധർമ്മം. കപടം പറഞ്ഞാൽ എന്താണ്? ഒരു ധർമ്മം ചെയ്തിട്ട് അതിനെ ഒരു പ്രയോജനം പ്രതീക്ഷിക്കുമ്പോൾ അത് കപടമാണ്. അങ്ങനെ ഇല്ലാതെ നമ്മൾ എല്ലാം ഭഗവാനുക്ക് സമർപ്പിച്ചുകൊണ്ട് വേണം കർമ്മങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളുടെ മഹാത്മാക്കൾ ഏത് കർമ്മം അവസാനിക്കുന്ന സമയത്തിൽ ഒരു ശ്ലോകം പറയാറുണ്ട്, കായേന വാച മനസേന്ദ്രിയേവ. ഇത് ഭാഗവതത്തിൻ്റെ ശ്ലോകം തന്നെയാണ്, ഏകാശ്രമത്തിൽ പറഞ്ഞ ശ്ലോകം. അതുകൊണ്ട് നമ്മൾ മാറ്റി പറയുന്നു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഭഗവതർപ്പണമായിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നു. അതാണ് കാപട്യമില്ലാതെ ധർമ്മം. മോക്ഷം പോലും ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് അവർ വ്യാഖ്യാനത്തിൽ പറയുന്ന മഹാത്മാക്കൾ. പിന്നെ അധികാരി, വിഷയം, ഇതിൻ്റെ പ്രയോജനം, ഭാഗവതം കൊണ്ടുള്ള നമുക്ക് പ്രയോജനം താപത്രയോന്മൂലനം. നമ്മുടെ എല്ലാ താപങ്ങളും, ശരീരത്തിൽ വരുന്ന കഷ്ടങ്ങൾ, മനസ്സിൽ വരുന്ന കഷ്ടങ്ങൾ, പിന്നെ റോട്ടിൽ നടന്നു ചെല്ലുമ്പോൾ ഭൂതങ്ങൾ മൂലം, നായ, പാമ്പ്, അതുകൊണ്ട് വരുന്ന സങ്കടങ്ങൾ, പിന്നെ ദൈവം കൊണ്ടുവരുന്ന സങ്കടങ്ങൾ, അത്യുഷ്ണം, അതിവൃഷ്ടി, ഇങ്ങനെയൊക്കെ ഉള്ള കഷ്ടങ്ങൾ, ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം എന്ന് പറയും. ഈ എല്ലാ സങ്കടങ്ങളും ഭാഗവതം കേൾക്കുമ്പോൾ ഇല്ലാതാകും. താപത്രയോന്മൂലനം, ഇവിടെ പറയുമ്പോൾ ഉന്മൂലനം. ഈ താപത്രയങ്ങൾ ഒട്ടും ഇല്ലാതെ നമുക്ക് തീരും. ബാക്കി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ താപത്രയങ്ങൾ പോകും, ചിലപ്പോൾ തിരിച്ചു വരും. പക്ഷേ ഭാഗവതം കേൾക്കുമ്പോൾ വീണ്ടും ഈ സങ്കടങ്ങളൊക്കെ വരില്ലേ. പറഞ്ഞാൽ എൻ്റെ അർത്ഥം സങ്കടങ്ങൾ വരില്ലേ പറഞ്ഞാൽ സങ്കടം വരില്ലേ എന്ന് വിചാരിക്കേണ്ട. സങ്കടം ഉണ്ടായാലും ഈ സങ്കടം നമുക്കില്ലേ, ഈ ജ്ഞാനം നമുക്കുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നു താപത്രയ ഉന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഹി. ഈ ഭാഗവതം എഴുതിയത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നേരിട്ട് ഉപദേശം കൊടുത്തതാണ് ഭാഗവതത്തിൻ്റെ പെരുമ. ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ മതി, സദ്യോ ഹൃദ്യവരുദ്ധ്യതേ. ഈ ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ എത്തിച്ചേരും. ശുശ്രൂഷുവി തക്ഷണാത്. പക്ഷേ അങ്ങനെ ശ്രോതും ഇച്ഛ, ശ്രദ്ധയോട് അത് കേൾക്കാൻ വേണ്ടി ഇരുന്നാൽ മതി, നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ദർശനം തരും. ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരു വ്യാപാരി ഇതുപോലെ ഭാഗവതം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ചില വ്യാപാരികളൊക്കെ ഇവിടെ വരാറുണ്ട്. മിക്കവാറും സത്രം മുതലായ കാര്യങ്ങൾക്ക് പുസ്തകം, പിന്നെ ചെരുപ്പ്, എന്നൊക്കെ കടകൾ വയ്ക്കുന്നവരല്ലേ. അതുപോലെ ഒരു രത്ന വ്യാപാരി വന്നു ഭാഗവതം നടക്കുന്ന സ്ഥലത്തിൽ. പ്രഭാഷണം കേട്ടിരിക്കുന്നിടത്ത് രത്നം കൊണ്ട് കാണിച്ചു, ഇത് മേടിച്ചു പോകുന്നു. അവർ പറഞ്ഞു പിന്നെ വാങ്ങാൻ കൂടെ എന്നോട് പറഞ്ഞു. അപ്പോൾ രത്ന വ്യാപാരി കേട്ടിരിക്കുമ്പോൾ പ്രഭാഷകൻ പറഞ്ഞു, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ നിറച്ചും ആഭരണം ധരിച്ച് വൃന്ദാവനക്കാട്ടിൽ മാട് മേയ്ക്കാൻ ചെല്ലുന്നു പറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ചു കൊടുത്തു. ബർഹാപീഠം നടവരവപുഹു. ആ ഭഗവാന്റെ ദിവ്യരൂപം
ഈ വ്യാപാരി കേട്ടപ്പോൾ ആ ഉണ്ണിയെ കാണണം തോന്നിപ്പോയി. പ്രഭാഷണം കഴിഞ്ഞ ശേഷം പ്രഭാഷകനോട് പറഞ്ഞു, ഈ ഉണ്ണിയെ കാണാൻ എവിടേക്കാണ് പോകേണ്ടത്? അദ്ദേഹം അത് വൃന്ദാവനത്തിലേക്ക് പോയിക്കൊള്ളുക. വൃന്ദാവനത്തിൽ പോയി ഓരോ വീട്ടിലും പോയി ചോദിച്ചു, ഉണ്ണിക്കണ്ണൻ എവിടെ? അവരുടെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ മാധവൻ, കേശവനൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ വൃന്ദാവനത്തിൽ ഓരോ വീട്ടിലും കുട്ടിക്ക് മാധവൻ, കേശവനെ പേരിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയാണോ? ഈ ഉണ്ണിയെ തലയിൽ മയിൽപ്പിലി വെച്ചിട്ട് ഉണ്ണിയാണ് കാണണം. അപ്പോൾ എല്ലാവരും ഒരു അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടുപറഞ്ഞു. അവിടെയാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾ അമ്പലത്തിൽ പോകാൻ പറ്റാതായി. അതാ കാരണം ഇവൻ ഒരു മ്ലേച്ഛനായി, ഒരു മുസ്ലിം വ്യാപാരിയാണ്. അതുകൊണ്ട് അവർ അമ്പലത്തിൽ കയറ്റിട്ടില്ല. അവിടെ പോയി തൊഴുത് വരുന്നവരോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ഒന്ന് ആ ഉണ്ണിക്കണ്ണനെ കാണിച്ചു തരാമോ? അപ്പോൾ അമ്പലത്തിൻ്റെ അധികാരിയായിരിക്കുന്ന ഒരു ആചാര്യൻ വിഠലനാഥ ഗോസ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു മുസ്ലിം ഭ്രാന്തൻ ഇവിടെ വന്ന് അമ്പലത്തിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് എന്ത് കഴിയും ചോദിച്ചു. എനിക്ക് ആ ഉണ്ണിക്കണ്ണനെ കാണണം. അതിന് പ്രത്യേകം ഒരു ചിട്ടമുണ്ട്. ആദ്യം അമ്പലത്തിൽ കുളിച്ച് വരുന്നു. അമ്പലത്തിൽ കുളിക്കാൻ പറഞ്ഞു. അദ്ദേഹം വിളിച്ചുകൊണ്ട് കാണിച്ചു കണ്ടു. ആ ഗുരുനാഥൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്തായി? സാധാരണ എല്ലാ വിഗ്രഹമേ, നമ്മളൊക്കെ അമ്പലത്തിൽ വിഗ്രഹമേ തൊഴാറുള്ളൂ. പക്ഷേ ഗുരുനാഥൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്തായി? ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് പ്രത്യക്ഷമായി ദർശനം കൊടുത്തു. പിന്നെ അദ്ദേഹം നല്ല ഗ്രന്ഥമൊക്കെ, നല്ല പാട്ടുകളൊക്കെ പാടി. അദ്ദേഹത്തിൻ്റെ പേരാണ് റസഖാൻ. റസ്ഖാൻ എന്നാണ് പേര്. റസഖാൻ പറഞ്ഞാൽ രസമായ വിഷയങ്ങളെ കഴിക്കുന്ന ആളാണെന്ന് അർത്ഥം ഹിന്ദിയിൽ. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് റസഖാൻ എന്ന് പേര് വന്നു. ഇതാ കാരണം രസം പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭഗവാൻ എന്നാണ് അർത്ഥം എന്ന വേദം പറയുന്നു. രസോ വൈ സഹ രസഗൃഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. രസസ്വരൂപമാണ്. രസം പറഞ്ഞാൽ അനുഭവരൂപമാണ് ഭഗവാൻ. ആ അനുഭവരൂപമായ ആ രസമായ ഭഗവാനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് രാധ. രസം ദധാതീതി രാധ. ആ രസമായ ഭഗവാനെ ആസ്വദിക്കുന്നത് കൊണ്ടാണ് രാധ എന്ന് പേര് കാരണം. ശരിക്കും ഈ ഭക്തർക്കും റസഖാൻ എന്ന് പേര് കിട്ടി. പേര് സഫലമായി. അപ്പോൾ എന്താ കാര്യം? ഈ മുസ്ലിമായിരുന്ന ഇയാൾ ഒരു വ്യാപാരിയായിരുന്നു. പക്ഷേ ഭാഗവതം കേട്ട് ഒരു ആചാര്യൻ്റെ അടുത്ത് മൂലമായി ഭഗവാനെ കണ്ടപ്പോൾ നേരിട്ട് കണ്ടു. ഇതാണ് ഈ ഭാഗവതത്തിൻ്റെ ശരിയായ പ്രയോജനം എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഭാഗവതം വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ നിന്നും വീണ് കിട്ടിയ പഴമാണ്. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം. വേദം കൽപ്പകവൃക്ഷം പറഞ്ഞാൽ അർത്ഥം വേദം തന്നെ നമുക്ക് എല്ലാം കൊടുക്കുന്ന ഒരു സാധാരണ മരത്തിൽ സാധാരണ പഴമേ കിട്ടുള്ളൂ. ഈ വേദമാകുന്ന വൃക്ഷത്തിൽ എന്ത് വേദം കിട്ടും. എല്ലാവിധമായ മന്ത്രങ്ങളും അടണ്ട്. ആ വേദത്തിൻ്റെ സാരം ഈ ഭാഗവതം. പക്ഷേ പഴം എന്ന് പറയാനുള്ള കാരണം സുഖമുഖാത് അമൃതദ്രവ സംയുതം. സുഖമുനി എന്നും കിഴി കൊത്തിക്കൊടുത്ത പഴമോ പഴമോ പഴം. ശുകാചാര്യൻ കൊത്തിയത് കൊണ്ട് ഈ പഴത്തിന് കൂടുതൽ ടേസ്റ്റ് കൂടിയാണ്. ഈ ഭാഗവതം കഴിക്കുന്നവർക്ക് അമൃതം പോലും വേണ്ട, പൊടിപ്പോകും. മാഹാത്മ്യത്തിൽ കഥ പറയാറുണ്ടല്ലോ. മാഹാത്മ്യത്തിൽ പരീക്ഷിച്ച് കഥ കേട്ടിരിക്കുമ്പോൾ ദേവന്മാർ അമൃതം കൊണ്ടുവന്ന് കൊടുത്തു, ഇത് കഴിച്ചോളൂ. പരീക്ഷിത്ത് വരും ഉപ്പസുധ കഥാലൊക്കെ, എനിക്ക് അമൃതം വേണ്ട, എനിക്ക് ഭാഗവതം മതി. എന്താ കാരണം? അമൃതം കുടിച്ച് കഴിയുമ്പോൾ പുണ്യം കുറയും, ഭാഗവതം കുടിക്കുമ്പോഴോ പുണ്യം കൂടുതലാണ്. അതാണ് ഭാഗവതത്തിൻ്റെ പെരുമ. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ഈ ഭാഗവതം എത്ര പ്രാവശ്യം കേൾക്കണം? ഇത് കണക്കൊണ്ട് പറഞ്ഞിട്ടില്ലേ. ആളയം, ആ ഭാഗവതത്തിൽ ലയിക്കുന്ന പര്യന്തം ഈ ഭാഗവതം നമ്മൾ കേട്ടിരിക്കണം. രസികാഹ ഭുവി ഭാവുകാഹ എന്ന് പറഞ്ഞ് ഈ ഭാഗവതം നടന്ന സ്ഥലം നൈമിഷാരണ്യം എന്ന സ്ഥലമാണ്. നേവി പറഞ്ഞാൽ ചക്രം. ചക്രം വീണത് കൊണ്ടാണ് നൈമിഷം എന്ന് പേര് വരാൻ കാരണം. ഋഷീശ്വരന്മാർ തപസ് ചെയ്യാൻ ഒരു നല്ല സ്ഥലം വേണം പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ദർഭ കൊണ്ട് ഒരു ചക്രം ചെയ്ത് അത് ഉരുട്ടി വിട്ടു. ആ ചക്രം വീണത് കൊണ്ടാണ് നൈമിഷം. നൈമിഷം നൈമിശ്രീയദേവി നൈമിഷം. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടി പറയുന്നത് നിമിഷനാമ ഋഷിഭോജ്യഫല എത്ര വർത്തന്തേ.
നിമിഷം എന്നൊരു പഴം അവിടെ കിട്ടും. അത് കഴിച്ചാൽ ഒരു മാസം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തപസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് വിശപ്പും ഉറക്കവും. ഈ ഉറക്കവും ഈ വിശപ്പുമാണ് തപസ് ചെയ്യാൻ ഇടയ്ക്ക് ബുദ്ധിമുട്ടാവാൻ കാരണം. ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, നാമം ജപിച്ചിരിക്കാം. അങ്ങനെയുള്ള പഴം അവിടെ കിട്ടിയിരുന്നു പണ്ട്. ഇപ്പോൾ കിട്ടുന്നുണ്ടോ സംശയം. എന്നാൽ പണ്ട് അവിടെ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഋഷീശ്വരനാണ് അവിടെ ചെന്ന് തപസ് ചെയ്തു. നിമിഷനാമ ഋഷിബോധ്യ ഫലോപേത വൃക്ഷവിശേഷ തേ അസ്മിൻ സന്തീതി നൈമിഷം. അതുകൊണ്ടാണ് നൈമിഷം എന്ന് പേര് വരാൻ കാരണം. അല്ലെങ്കിൽ നിമിഷം എന്ന് ഒരു ഋഷി ഇവിടെ തപസ് ചെയ്തു, അതുകൊണ്ടാണ് നൈമിഷം ആ ക്ഷേത്രത്തിൻ്റെ പേര്. ആ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ വെച്ച് ഋഷീശ്വരന്മാർ യാഗം ചെയ്യുന്നു. ഉച്ചവരെ യാഗം ചെയ്യും. പിന്നെ വൈകുന്നേരമേ യാഗം തുടങ്ങുള്ളൂ. ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ റെസ്റ്റാണ്. നമുക്ക് അങ്ങനെ കിട്ടിയാൽ കൊള്ളാൻ തോന്നണം ഈ ചൂട് കാണുമ്പോൾ. എന്തായാലും 1 മണി മുതൽ 5 മണി വരെ യാഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ വെറുതെ ഇരിക്കാനും പാടില്ല. ആ സമയത്താണ് മധ്യസമയത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കണം അവർ തീരുമാനിച്ചു. അത് കഥകൾ പറയാൻ ഒരു മഹാത്മാ അവിടെ ഉണ്ടായിരുന്നു. റോമഹർഷണൻ അദ്ദേഹത്തിൻ്റെ പേര്. റോമഹർഷണൻ പേര് എന്താ കാരണം? റോമാണി ഹർഷയാൻ ചക്രേ ശ്രോതൃണാം യസ് സ്വഭാഷണി. അദ്ദേഹം പ്രഭാഷണം ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാവും. അദ്ദേഹവും രോമാഞ്ച കഞ്ചുകിതനായി കഥ പറയും. അതുകൊണ്ടാണ് റോമഹർഷൻ എന്ന് പേര് വരാൻ കാരണം. അദ്ദേഹം കഥ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്തായി, ഒരു ദിവസം ബലരാമസ്വാമി അവിടെ വന്നു. തീർത്ഥയാത്ര പോയ ബലരാമസ്വാമി അവിടെ വന്നപ്പോൾ വലിയ വലിയ മഹാത്മാക്കൾ താഴെ വയ്ക്കുന്നു. ഇദ്ദേഹം മുകളിലിരുന്നത് കണ്ടപ്പോൾ അത് തെറ്റല്ലേ? മഹാത്മാക്കളെ മുകളിൽ ഇരുത്തണം, നമ്മൾ താഴെ വയ്ക്കണം. ഇദ്ദേഹം മുകളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബലരാമസ്വാമി ചെയ്തു, കയ്യിലെ ദർഭപ്പുള്ള ഉണ്ടായിരുന്നു, ദർഭപ്പുള്ള കൊണ്ട് ഒന്ന് അടിച്ചു. വല്ലവനക്ക് പുല്ലായുധം നമ്മൾ പറയാറുണ്ടല്ലോ, ബലരാമസ്വാമിയുടെ കഥയാണ്. ബലരാമസ്വാമി കഥയിലാണ്. ബലരാമസ്വാമിയും രാമചന്ദ്രസ്വാമിക്കുമാണ് പുല്ല് ആയുധമായിപ്പോയി. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് വല്ലവനക്ക് പുല്ലായുധം. സീതാദേവിയെ കാകാസുരൻ, ഇന്ദ്രൻ്റെ പുത്രൻ്റെ കാക്ക രൂപത്തിൽ വന്ന് ഒന്ന് കൊത്തിയപ്പോൾ രാമൻ ദർഭപ്പുല്ലെടുത്ത് അടിച്ചു. അതുകൊണ്ട് ആ കാക്കയുടെ ഒരു കണ്ണ് പോയി. അതുകൊണ്ട് കാക്കയ്ക്ക് 2 കണ്ണില്ലേ, ഒറ്റ കണ്ണേ ഉള്ളൂ, നീ നോക്കുള്ളൂ. ഇതാ കാരണം, ബ്രഹ്മാസ്ത്രം കൊണ്ട് കണ്ണ് പോയി. അങ്ങനെ തൻ്റെ ദർഭപ്പുല്ല് കൊണ്ട് കണ്ണ് എടുത്തു. അതേപോലെ ഇവിടെ ബലരാമസ്വാമി പുല്ലുകൊണ്ട് അടിച്ചപ്പോൾ തന്നെ ഈ രോമഹർഷൻ വീണ്ടും മറിച്ചു. അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു, ഞങ്ങളാണ് കഥ പറയാൻ വേണ്ടി ഉയർന്ന സ്ഥാനത്തിൽ എത്തിയതാണ്. ഇത് ബ്രഹ്മാസനം എന്നാണ് പേര്. അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിർ യദുനന്ദന. ഈ കഥ ദശമസ്കന്ധത്തിൻ്റെ ഉത്തരഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കഥ പറയാൻ ആളില്ലാതെ പോയല്ലോ. അപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, പേടിക്കേണ്ട, ഇദ്ദേഹത്തിൻ്റെ മകനെ ഏർപ്പാട് ചെയ്യാമെന്ന്. രോമഹർഷൻ്റെ മകനാണ് ഉഗ്രശ്രവസ് എന്നാണ് പേര്. ഉഗ്രൻ പറഞ്ഞാൽ നരസിംഹസ്വാമി, ഉഗ്രം വീരം മഹാവിഷ്ണു നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഉഗ്രനായ നരസിംഹൻ സ്വാമിയുടെ ശ്രവാഹ പറഞ്ഞാൽ പുകൾ. ആ നരസിംഹൻ്റെ പുകൾ പാടാനും അത് കേൾക്കാനും താത്പര്യമുള്ള ആളാണ് ഉഗ്രശ്രവസ് എന്ന പേര്. അദ്ദേഹത്തിന് ഏർപ്പാടാക്കി ബലരാമസ്വാമി. അല്ലെങ്കിൽ ഉഗ്രശ്രവസ് പറഞ്ഞാൽ, ശ്രവാഹ പറഞ്ഞാൽ ചെവിക്ക് പേരാണ് ശ്രവാഹ. നല്ല തീക്ഷ്ണമായ ചെവിയുള്ള ആളാണ്. എവിടെ ഇരുന്നാലും ഇരിക്കുന്ന സ്ഥലത്തിന് ഇരുന്ന് കണ്ടേ ഭാഗവത കേൾക്കാനുള്ള നല്ല ചെവിയുടെ കേൾക്കാനുള്ള ശക്തി കൂടുതലുള്ള ആളാണ്. അതുകൊണ്ടാണ് ഉഗ്രശ്രവസ് എന്ന് പേര് വരാൻ കാരണം. അദ്ദേഹം പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു ഋഷീശ്വരന്മാർ, വരാൻ പോകുന്ന യുഗം കലിയുഗത്തിൽ ജനങ്ങൾക്ക് അളസന്മാരായിരിക്കും, ജനങ്ങൾക്ക് അത്ര ബുദ്ധി ഉണ്ടാവില്ല. മന്ദാസു മന്ദമതയ മന്ദഭാഗ്യാഹ്യുപകൃതാ. കൂടുതൽ കലിയുഗത്തിൽ അളസന്മാരായിരിക്കും, ബുദ്ധിയും കമ്മിയായിരിക്കും, ഭാഗ്യവും കമ്മിയായിരിക്കും, പിന്നെ ശരീരത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ശാസ്ത്രങ്ങളെ പഠിച്ച് അതിൻ്റെ താത്പര്യം എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളുടെ സാരം ഞങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്
സകല ശാസ്ത്രങ്ങളുടെ സാരമായിട്ട് തന്നെ ഒരു പുരാണം രചിച്ചിട്ടുണ്ട് വ്യാസാചാര്യൻ. ആ ഭാഗവതം നിങ്ങളെ കേൾപ്പിക്കാം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സൂതപൗരാണികൻ ഭാഗവതം തുടങ്ങുന്നു. തുടങ്ങും മുമ്പ് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ ശുകാചാര്യനെ ധ്യാനിക്കുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഗുരുധ്യാനം ചെയ്തുകൊണ്ട് വേണം. ഓം ഗുരുഭ്യോ നമഃ, പിന്നെ ഗം ഗണപതയേ നമഃ, സംസരസ്വത്യേ നമഃ ഒക്കെ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. കാരണം തിരുവടി മുതൽ തിരുമുടി പര്യന്തം ആ ഗുരുനാഥനെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങിയാൽ ആ കർമ്മം നല്ലപടിയായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ആപാദമൗലി പര്യന്തം ഗുരുണാമാകൃതിം സ്മരേത് തേന വിഘ്നാഃ പ്രണശ്യന്തി സിദ്ധ്യന്തി ച മനോരഥാഃ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. ആ ഗുരുനാഥൻ്റെ തിരുവടി ആദ്യം നമ്മൾ ധ്യാനിക്കണം. ശീതളചരണം കോമളചരണം, ശീതളചരണം കോമളചരണം, മഞ്ജുളചരണം മമ ഗുരുചരണം, മഞ്ജുളചരണം മമ ഗുരുചരണം, അദ്ഭുതചരണം അനുഗ്രഹചരണം, അദ്ഭുതചരണം അനുഗ്രഹചരണം, സദ്ഗുരുചരണം സദാ ഭജാമ്യഹം, സദ്ഗുരുചരണം സദാ ഭജാമ്യഹം, ശീതളചരണം കോമളചരണം. ദേവി പൂജ ചെയ്യുന്നവർ ആദ്യം ഗുരുപാതുകയെ ശിരസിൽ ഇങ്ങനെ ഒരു മുദ്ര ഇട്ട് തൻ്റെ ശിരസിൽ ഗുരുപാതുക ഇരിക്കുന്നതായി സങ്കല്പിച്ചിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഗുരുപാതുക മുദ്രയാണ്. അങ്ങനെ ഗുരുപാതുകയെ സ്മരിച്ചുകൊണ്ട് ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കണം. ഇവിടെ ഗുരുനാഥൻ ശുകാചാര്യനെ ധ്യാനിക്കുന്നു. ശുകാചാര്യർക്ക് എന്താണ് പെരുമ? തൻ്റെ അനുഭവം തന്നെ ഭാഗവതമായി നമുക്ക് കൊടുത്ത മഹാത്മാവാണ്. അനുഭവത്തെ പറയാൻ പറ്റില്ല. അനുഭവത്തെ ആരെങ്കിലും അറിയാൻ പറ്റുമോ? ലഡ്ഡു തിന്ന ആളോട് ലഡ്ഡു എങ്ങനെയെന്ന് ചോദിച്ചാൽ നന്നായിരുന്നു, നന്നായിരുന്നു പറഞ്ഞാൽ മധുരമായിരുന്നു, മധുരം എങ്ങനെയായിരുന്നു ചോദിച്ചാലോട് പറയാൻ പറ്റുമോ? ചോദിച്ചാൽ മധുരം എങ്ങനെയാണ് ഇങ്ങനെ ലഡ്ഡു തിന്നുമ്പോൾ അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ല. ചോദിച്ചാളുടെ വായിൽ ലഡ്ഡു കിട്ടണം. ചോദിച്ചാളുടെ വായിൽ ലഡ്ഡു കിട്ടാതെ അയാൾക്ക് മനസ്സിലാവും. സാധാരണ ലഡ്ഡു തിന്ന അനുഭവം പോലും അടുത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചോദിച്ച ആൾക്ക് ലഡ്ഡു കൊടുത്താലേ അവർ മനസ്സിലാവും. ഇവിടെ ശുകാചാര്യൻ തൻ്റെ അനുഭവം തന്നെ ഭാഗവതമായി നമുക്ക് പറഞ്ഞു കൊടുത്തു. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം. തൻ്റെ അനുഭവം തന്നെ ഇങ്ങനെ നമുക്ക് ഭാഗവതമായി കൊടുത്ത മഹാത്മാവാണ് ശുകാചാര്യൻ. കടലിൽ ചെല്ലുന്നവർക്ക് കര എവിടെ ഇരിക്കാൻ മനസ്സിലാവാൻ വേണ്ടി ലൈറ്റ് ഹൗസിനൊന്നും അവിടെ വയ്ക്കും. ഇങ്ങനെ ലൈറ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കടലിൽ ചെല്ലുന്നവർ തീരം കര ഇവിടെയാണെന്ന് മനസ്സിലാക്കി അവർ വന്നു. അതുപോലെ ഈ സംസാര സാഗരത്തിൽ ചെല്ലുന്ന നമുക്ക് കര എവിടെയാണ് അന്വേഷിച്ച് വരുമ്പോൾ അധ്യാത്മദീപം, ഒരു അധ്യാത്മദീപമാണ്. ഈ ലൈറ്റ് ഹൗസാണ് ഭാഗവതം. സംസാര സാഗരത്തിൽ കരകയറാൻ ഈ ഭാഗവതം വായിച്ചാൽ അതിതിതീർഷതാം തമോന്ധം സംസാരിനാം കരുണയാഹ പുരാണഗുഹ്യം. ഇതുവരെ ഭാഗവതം ഉപദേശിച്ചവർക്ക് എല്ലാവരും സാധാരണ ജനങ്ങൾക്ക് ഉപദേശിച്ചിട്ടില്ല. ഒരു ആൾക്ക് മാത്രമേ ഉപദേശം കൊടുത്തിട്ടുള്ളൂ. ഭഗവാൻ ബ്രഹ്മാവുക്ക് മാത്രം ഉപദേശം കൊടുത്തു. ബ്രഹ്മാവിന് 10 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടിക്കും ഉപദേശം കൊടുത്തിട്ടില്ല. നാരദർക്ക് മാത്രം ദിക്താദാന മധുവൃത ശുശ്രൂഷവാണ ശീലേന പ്രസയേന. നാരദൻ ഇടയ്ക്കിടയ്ക്ക് ചുടുവെള്ളം വേണോ ചായ വേണോ കാപ്പി വേണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ശുശ്രൂഷിച്ച് വേണ്ട വിധത്തിൽ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ ഞാൻ രഹസ്യമായിട്ട് ഒന്ന് വായിക്കുന്നുണ്ട്, നിനക്ക് തരാം എന്ന് പറഞ്ഞ് ഭാഗവതം ബ്രഹ്മ നാരദനക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നാരദൻ ആൾക്കാരെ കാണാറുണ്ട്, പക്ഷേ എല്ലാവർക്കും ഉപദേശം കൊടുത്തിട്ടില്ല. നാരദൻ വ്യാസനക്ക് മാത്രം ഉപദേശം കൊടുത്തു. വ്യാസനക്ക് 4-5 ശിഷ്യന്മാരുണ്ട്. ഓരോരാൾക്കും ഓരോരെണ്ണം കൊടുത്തു. പൈലൻ്റെ പേര് മഹർഷിക്ക് ഋഗ്വേദവും, വൈശമ്പായനക്ക് യജുർവേദവും, ജൈമിനി മഹർഷിക്ക് സാമവേദം, സുമന്തൂന്ന് പേരുള്ള ഋഷിക്ക് അഥർവണവേദം, ഇതിഹാസ പുരാണങ്ങളിലൊക്കെ രോമഹർഷൻ. പക്ഷേ ഭാഗവതം എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഭാഗവതം പ്രത്യേകം സ്വയം വച്ച് ശുകാചാര്യനക്ക് മാത്രം കൊടുത്തു.
ഇങ്ങനെ എല്ലാവരും ഓരോ ആൾക്ക് മാത്രമേ ഉപദേശം കൊടുത്തിട്ടുള്ളൂ. പബ്ലിക്കായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഉപദേശം കൊടുത്ത ഒരാൾ ശുകാചാര്യനാണ്. ഈ ഭാഗവതം കൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. സംസാരിനാം കരുണയാഹ പുരാണഗുഹ്യം. അതാണ് കരുണ. തമിഴ്നാട്ടിൽ മഹാത്മാ ഉണ്ടായിരുന്നു, രാമാനുജാചാര്യൻ. അദ്ദേഹം ശ്രീരംഗക്ഷേത്രത്തിൽ നിന്നും കുറേ ദൂരം നടന്നു പോകണം. അങ്ങനെ കുറേ ദൂരം നടന്നു തന്നെ ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ചെന്നു ഉപദേശം മേടിക്കാം, ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ ഉപദേശം മേടിക്കാം, നാമോപദേശം മേടിക്കാൻ വേണ്ടി ചെന്നു. 18 പ്രാവശ്യം ചെന്നിട്ടും അദ്ദേഹം ഉപദേശം കൊടുത്തിട്ടില്ല. അവസാനം 18ാമത്തെ പ്രാവശ്യം മാത്രം ഇത് വളരെ രഹസ്യമായ മന്ത്രമാണ്, ഇത് ജപിച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും മുക്തി കിട്ടും, വേറെ ആളുകൾ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞ് നാരായണ ഇത് ജപിച്ചാൽ മതി. ഈ നാരായണ ജപം ഉപദേശം മേടിക്കാൻ വേണ്ടി പല കിലോമീറ്റർ നടന്ന് മധുരമുള്ള തിരുച്ചിയിൽ നിന്ന് മധുര പോകുന്ന വഴിയിൽ അത്രയും ദൂരം നടന്ന് ചെന്ന് ഉപദേശം മേടിച്ചു. ഗുരുനാഥൻ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ പെട്ടെന്ന് ഉപദേശിക്കാൻ പാടില്ലേ പറഞ്ഞു. പക്ഷേ രാമാനുജാചാര്യ എന്ത് അറിയാമോ, വേഗം അമ്പലത്തിൻ്റെ കോവിലിൻ്റെ ഗോപുരത്തിൽ മേലിൽ കയറി എല്ലാവരും വിളിച്ച് പറഞ്ഞു നാരായണ ജപിച്ചോളൂ, നാരായണ 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 നാരായണ. ഗോപുരത്തിൻ്റെ മുകളിൽ കയറി എല്ലാവരോടും നാരായണ ജപിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഗുരുനാഥനക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞില്ലേ വേറൊരാൾക്ക് ഉപദേശം കൊടുക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നാരായണ ജപിച്ചതുകൊണ്ട് എല്ലാവർക്കും മുക്തി കിട്ടട്ടെ. ഗുരുനാഥൻ്റെ ഉപദേശം ആജ്ഞ വീതിയല്ലേ, അതിൻ്റെ ഭാഗം കൊണ്ട് ഞാൻ ഒരാൾ നരകത്തിൽ പോയാൽ കുഴപ്പമില്ല, എല്ലാവർക്കും നന്മ കിട്ടട്ടെ വിചാരിച്ചിരുന്ന എല്ലാവർക്കും ആ ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോഴാണ് ഗുരുനാഥനക്ക് പോലും സന്തോഷമായി. ഇതുപോലെ നല്ല മനസ്സ് എനിക്കില്ലല്ലോ, എല്ലാവർക്കും നന്മ വരട്ടെ. അത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരേ മതം നമ്മുടെ സനാതന മതം, നമ്മുടെ ഹിന്ദുമതം മാത്രമേ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കില്ല മന്ത്രം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ബാക്കി മതത്തിൽ അങ്ങനെയില്ലേ, അവരുടെ മതത്തിലുള്ളവർക്ക് മാത്രമേ നന്മ കിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിൽ പോയിക്കോട്ടെ. അങ്ങനെയാണ് അവിടെ എല്ലാ മതത്തിലും. അവരുടെ മതത്തിൽ അങ്ങനെയാണ് അവരുടെ സിദ്ധാന്തത്തെ എഴുതിച്ചിരിക്കുന്നത്. അവരുടെ യേശു നല്ല ആളാണ് എന്ന് പറയും, പക്ഷേ നല്ല ആണെങ്കിൽ എല്ലാവർക്കും മുക്തി കിട്ടില്ലേ, അവരെ ഭരിക്കുന്നവർക്ക് മുക്തി കിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും നരകം കൊടുക്കുള്ളൂ പറഞ്ഞാൽ പിന്നെ എങ്ങനെ നല്ല ആളാവും? എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് മഹാത്മാക്കളാണ്, മഹർഷി ഈശ്വരന്മാരാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവും. പാപം ചെയ്തവർക്കും അതിൻ്റെ ശിക്ഷ കിട്ടി ശുദ്ധമാക്കി പിന്നെ അവരെയും നല്ലവരാക്കി ഭഗവാൻ അവരെയും സ്വീകരിക്കും എന്നെയാണ് നമ്മുടെ ഋഷീശ്വരൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മുടെ രാമാനുജാചാര്യൻ്റെ ഒരു കാരുണ്യം, അദ്ദേഹം ഈ മീനമാസം ഉത്തര നക്ഷത്രം എന്നല്ലേ, പങ്കുണി ഉത്തരം, അന്ന് ശ്രീരംഗക്ഷേത്രത്തിൽ ഭഗവാൻ ദേവിയോട് ചേർന്നിരിക്കുന്ന സമയമാണ്. അദ്ദേഹം അവിടെ ചെന്ന് ഭഗവാൻ നമസ്കരിച്ച് ഗദ്യത്രയം എന്ന് പറയും, ഭഗവാൻ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ഈ സംസാരത്തിലിരിക്കുന്ന എല്ലാവർക്കും മുക്തി കൊടുക്കണം. അത് പറഞ്ഞ് ഭഗവാൻ അത് ബുദ്ധിമുട്ടാണ്, ഇതിൽ എനിക്ക് വേണ്ടി എല്ലാവർക്കും ഒന്ന് മുക്തി കിട്ടിയാൽ മുക്തി കൊടുക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും മുക്തി കൊടുത്തോളാം, പക്ഷേ ഒരു നിയമം കൂടിയാണ്, ഒരു പ്രതിബന്ധനം വച്ചു ഭഗവാൻ, ഒരു നിയമം വച്ചു, എല്ലാവർക്കും മുക്തി വാങ്ങി കൊടുത്തില്ലേ നീ, അതുകൊണ്ട് പറയുമ്പോൾ അറിയേൻ രാമാനുജദാസൻ, ഞാൻ രാമാനുജൻ്റെ ദാസൻ, നിൻ്റെ ദാസനായി തന്നെ വിചാരിക്കുന്നവർക്ക് ഞാൻ മുക്തി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു നിബന്ധനയും വെച്ചു, നിയമം, ഭാഗവതന്മാർക്ക് അവചാരം ചെയ്യാൻ പാടില്ല, നാമം ജപിക്കുന്ന ഒരു മഹാത്മാക്കൾക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ലേ, പിന്നെ ഞാൻ രാമാനുജൻ്റെ ദാസൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി, അവർക്ക് എല്ലാവർക്കും മുക്തി കൊടുത്തോളാം ഭഗവാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കുമായി മുക്തി കിട്ടണേന്ന് പ്രാർത്ഥിച്ച മഹാത്മാവാണ് രാമാനുജാചാര്യൻ. അതേപോലെയാണ് ഇവിടെയും
സംസാരിനാം കരുണയാഹ പുരാണഗുഹ്യം. എല്ലാവർക്കും നന്മ വരട്ടെ വിചാരിച്ചിട്ടാണ് ശ്രീ ശുകാചാര്യൻ ഭാഗവത ഉപദേശം കൊടുത്തു. തം വ്യാസസൂനും വയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നരനാരായണന്മാരെയും അതേപോലെ സരസ്വതി ദേവിയും വ്യാസാചാര്യനെയും നമസ്കരിച്ചിട്ട് ഭാഗവതത്തിന് ജയം പറയുന്നു. ജയ്പോളോ ഭാഗവത ഭഗവാന് കീ ജയ്. കാരണം ഈ ഭാഗവതം കൊണ്ട് സംസാരത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിന് ജയം എന്ന് ഭാഗവതത്തിൻ്റെ പേര്. ഈ ഭാഗവതത്തിൽ ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. ആ ഭക്തി ആരോടനം ചെയ്യണം? ഗുരുവായൂരപ്പനോട് ഭക്തി ചെയ്താൽ മതി, എല്ലാ ദേവന്മാരുടെ സന്തോഷം ഉണ്ടാകും. ഗുരുവായൂരപ്പനാണ് എല്ലാ രൂപത്തിലും പല അവതാരങ്ങൾ സ്വീകരിച്ച് പല വിധത്തിലിരിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഏതേ ചാംസകലാപുംസഹ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നു. അതിനുശേഷം ഈ അവതാരങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് ശുകാചാര്യൻ എന്തിനു വേണ്ടി ഈ ഭാഗവതമായി പഠിക്കാൻ തുടങ്ങി. പിന്നെ 17 പുരാണം രചിച്ച വ്യാസൻ എന്തുകൊണ്ട് ഈ ഭാഗവതം രചിക്കാൻ കാരണം? കഥാം ഭാഗവതീം പുണ്യം യഥാഹ ഭഗവാൻ ശുകഃ തസ്മിൻ യുഗേ പ്രവൃത്തേയം. ഏത് സമയത്തിലാണ് ഈ ഭാഗവത രചന ചെയ്തു വ്യാസാചാര്യൻ? എന്തിനു വേണ്ടി ചെയ്തു? എല്ലാത്തിലും ചുറ്റി നടക്കുന്ന ശുകാചാര്യൻ 7 ദിവസം ഇരുന്ന് കഥ പറഞ്ഞില്ലേ? ആ പരീക്ഷത്തിൻ്റെ കഥ, ആ കഥ കേട്ട പരീക്ഷത്തിൻ്റെ കഥയും കൂടി പറയണം. സോനക്കാട് ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചപ്പോഴാണ് സൂതപൗരാണികൻ ഇവിടെ തുടങ്ങുന്നു. 17 പുരാണം രചിച്ചിട്ടും വേദങ്ങൾ 4 വീതിച്ച് കൊടുത്തിട്ടും വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മഹാഭാരതം രചിച്ചിട്ടും വ്യാസനക്ക് മനസ്സമാധാനമില്ല. കാരണം കലിയുഗത്തിൽ ജനങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വ്യാസൻ്റെ ആശ്രമത്തിലേക്ക് നാരദൻ നാമം ജപിച്ചു വരുന്നു. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ നാരായണ